ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ താഴെ കണ്ടത്തിൽ ഒരു കൊല നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വിളഞ്ഞോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം നല്ലൊരു ശിക്ഷയാണ് കണ്ടത്. അപ്പം ഞാൻ കാണിച്ചു തരാം എന്താ ഇവിടെ പരിപാടി നടന്നതെന്ന്. ഓക്കെ, അപ്പം നമ്മൾ കൊല വിളഞ്ഞു എന്ന് നോക്കാൻ ഇറങ്ങിയതാണ്. അപ്പം പന്നി കാണിച്ച പരിപാടിയാണ് ഈ കാണുന്നതെല്ലാം കേട്ടോ. നമ്മുടെ വാഴ അതുകൊണ്ട് അവിടെയാണ് വാഴ ആണ്. ഇന്ന് വാഴയെല്ലാം പന്നി തിന്ന് നശിപ്പിച്ചിട്ടേക്കാണ് കണ്ടോ. ഇതായിരുന്നു നമ്മുടെ കൊല. ഇത് അടിയുന്നേ തിന്ന് കിടക്കുന്ന എല്ലാം ഇതുകൊണ്ട് ഒടിച്ച് നശിപ്പിച്ച് തിന്നിട്ടേക്കും. എന്തുവായാലും കൊല തിന്നിട്ടില്ല, അതവിടെ നിൽപ്പുണ്ട്. അതിപ്പോൾ നമുക്ക് കണ്ടിച്ചെടുക്കണം. പിന്നെ അതുപോലെ ദേണ്ട് ഇവിടെ ഒരു വാഴയുണ്ടായിരുന്നു, അതും വേണ്ട ഈ പരുവത്തിലാക്കിയിട്ട് വേണ്ട കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഒരു തരത്തിൽ ഇവിടെ പന്നിയും കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതേപോലെ നശിപ്പിച്ചിട്ടേക്കാണ്. ഇത് നമ്മുടെ കണ്ടമായിരുന്നു. ഇത് നല്ലൊരു പണയായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് മൊത്തം ഇടിച്ച് താഴെയാക്കി പണ ഏതാ പാത്തി ഏതാന്ന് അറിയാൻ വയ്യാത്ത രീതിയിലാക്കിയിട്ടിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഇത് മനുഷ്യർ പോലും ചെയ്യാത്ത രീതിയിൽ അത്രയ്ക്ക് കുഴിയെടുത്ത് നശിപ്പിച്ചിട്ടേക്കാണ്. ഇത് നമ്മുടെ ജാതി മരമാണ്. കുറച്ച് കായൊക്കെ ഉണ്ട്. പിന്നെ ദേണ്ടേ അവിടെ ഒരു ജാതി മരം നിൽപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു ജാതി മരം നിൽപ്പുണ്ട്. ഇതിലും കുറച്ച് കായൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കാ പൊട്ടി നിൽപ്പുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി പറിച്ചെടുക്കാം. ഇതിൽ കുറേ കായുണ്ട്. ഇതാണ് നമ്മുടെ ജാതിക്ക. ഇതിൻ്റെ തോട് പറിച്ച് നമ്മൾ ഈ സാധനം ഇതാണ് നമ്മുടെ ജാതിപത്രി എന്ന് പറയുന്നത്. ഇത് നമ്മളെടുത്ത് ഉണക്കും. ഇതിൻ്റെ അരി ഉണക്കി കൊടുക്കാറുണ്ട്. പിന്നെ ഈ തോട് നമ്മൾ അച്ചാറിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ഗ്യാസിനൊക്കെ നല്ല ഒരു സാധനമാണ്. ഇത് നമ്മൾ ചമ്മന്തി അരയ്ക്കാറുണ്ട്, തേങ്ങയുടെ കൂട്ടത്തിൽ ചമ്മന്തി അരയ്ക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അച്ചാറിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കുറേ ജാതിക്ക ഇവിടെ നിൽപ്പുണ്ട്. നല്ല വാഴ വെട്ടാനല്ല പറഞ്ഞില്ല, കൊല വെട്ടിയെടുക്കും. അപ്പോൾ ദേണ്ടേ കൊല വെട്ടിയെടുക്കുകയാണ്. ഒരാൾക്ക് കൊല വെട്ടിയെടുക്കാൻ അറിയത്തില്ല. ഒറ്റ വെട്ട് വെട്ട്. നോക്കട്ടെ കൈക്ക് ആരോഗ്യമുണ്ടോ നോക്കട്ടെ. ആളിരുന്ന് അനങ്ങുന്നതേ ഉള്ളൂ, പക്ഷെ കൊലയ്ക്ക് യാതൊരു അനക്കവും ഇല്ല കേട്ടോ. കൈ പോകരുത്. അങ്ങനെ അങ്ങോട്ട് വെട്ടിക്കള. ഓക്കേ, അപ്പോൾ ദേണ്ടേ ഒരാൾ കൊല കായൊന്ന് മുറിച്ച് കളയല്ലേ. കാ മുറിക്കില്ലേന്ന് പറഞ്ഞല്ലോ. ഞാൻ മുറിക്കാം. ഞാൻ മുറിക്കാം. അപ്പം ദേണ്ട് ഒറ്റ വെട്ട് ഞാനതേണ്ട് കൊല വെട്ടിയെടുത്തു. ഇത് നമ്മുടെ ഞാലിപ്പൂവൻ കൊലയാണ് കേട്ടോ. ശരിക്കും വിളഞ്ഞിട്ടില്ല. നമ്മുടെ പന്നി കുത്തിയിട്ടു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ ഇനി ഇവിടെ കിടന്നു കഴിഞ്ഞാൽ പന്നി തിന്നും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെട്ടിയെടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊല വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം ദേണ്ട നമുക്ക് ഇവിടെ ഒരു കൊല നിൽപ്പുണ്ട് കേട്ടോ. അതെനിക്ക് തോന്നുന്നു പന്നി എത്ര അങ്ങോട്ട് ശ്രദ്ധയിൽപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നമ്മുടെ ചാമ്പപ്പൂവനാണ്. ഇത് നമ്മുടെ ചാമ്പപ്പൂവനാണ്. ഈ കൊല പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മുടെ പഴുത്ത ആഞ്ഞലിച്ചക്കയില്ലേ, ആഞ്ഞലിച്ചക്ക കഴിക്കുന്നൊരു ടേസ്റ്റാണ്. ആഞ്ഞലിച്ചക്കയുടെ ഒരു നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് ഈ ചാമ്പപ്പൂവൻ പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പം കിട്ടുന്ന ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ കൊലയൊക്കെ വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ വീട്ടിലോട്ട് കയറി പോവുകയാണ്. അവിടെ നിന്ന് കയറിയപ്പോഴത്തേക്കിന് ക്ഷീണിച്ച് പോയി. അങ്ങനെ ഇവിടെ ഒന്ന് ഇരുന്നതാണ്. അപ്പോൾ ഓക്കെ, നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. ഓക്കെ, ബൈ.